മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മളിത് കസ്തൂരി വെണ്ടയാണ്. നമുക്കൊക്കെ സുപരിചിതമായ ഒരു വെണ്ടയാണ് കസ്തൂരി വെണ്ട. അപ്പം ഇതിന് കസ്തൂരി വെണ്ട എന്ന പേര് വന്നത് വെണ്ടയുടെ വർഗ്ഗത്തിൽ പെട്ട വിളയാണ്. അതുപോലെ വെണ്ടയുടെ പൂവിൻ്റെ കൂട്ടുള്ള പൂവുകൾ, അതുപോലെ കായ്കൾക്ക് വെണ്ടയ്ക്കയിൽ നിന്ന് വ്യത്യാസമുണ്ട്. ചെറിയ കായ്കളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആകൃതിക്കും അല്പം വ്യത്യാസമുണ്ട്. എങ്കിലും കസ്തൂരി വെണ്ട എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ വർഷങ്ങളോളം നമുക്കിതിൻ്റെ വെണ്ടയ്ക്ക കിട്ടും. അപ്പം ഈ കസ്തൂരി വെണ്ട എല്ലാവർക്കും അറിയാമെങ്കിലും ഇത് പലരും അവഗണിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ കൃഷി ചെയ്യുന്ന മറ്റ് വെണ്ടയ്ക്ക പോലെ തന്നെ ഒരു പക്ഷേ അതിനേക്കാൾ ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് കസ്തൂരി വെണ്ട. എന്നാൽ നമ്മുടെ മറ്റ് വെണ്ടകളുടെ അത്രയൊന്നുമുള്ള പരിചരണം ഇതിന് ആവശ്യമില്ല. കാരണം ഇപ്പം ഞാനിത് നട്ടിട്ട് ഇതിപ്പം കുറച്ച് കായ്കൾ, കുറച്ചുകളുടെ കായ്കൾ പറിക്കാറുണ്ട്. 5-10 പ്രാവശ്യം കൊണ്ട് പറിക്കുകയാണ്. ഇതിന് ഞാൻ ഇതുവരെ യാതൊരു വളങ്ങളും ചെയ്തിട്ടില്ല. കാരണം വളം ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് താനെ ഈ മണ്ണിൽ നിന്നും വളങ്ങൾ വലിച്ചെടുത്ത് വളർന്നോളും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഉണക്കിനെയൊക്കെ അതിജീവിക്കാനുള്ള പ്രത്യേകമായ ഒരു കഴിവ് ഈ വെണ്ടയ്ക്കുണ്ട്. എത്ര ഉണക്കിനെയും അതിജീവിക്കാനുള്ള കഴിവുണ്ട്. അപ്പം ഉണക്കത്ത് ഒരു പക്ഷേ ഇത് വാടി നിന്നാലും കരിഞ്ഞു നിന്നാലും മഴ പെയ്യുന്നതോടുകൂടി തളുത്ത് ഇഷ്ടം പോലെ കായ്കളും പൂക്കളും ഒക്കെ ഉണ്ടായി നമുക്ക് പച്ചക്കറി തരും. പിന്നെ ഇതിന് കസ്തൂരി വെണ്ട എന്ന പേര് വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ, ഇതിൻ്റെ ഉണങ്ങിയ വിത്തിൽ നിന്ന്, ഇപ്പോൾ ഉണങ്ങിയ വിത്തെന്ന് പറയുമ്പോൾ ഇത് ഉണങ്ങിയതാണ്. ഈ കസ്തൂരി വെണ്ട പാകമായി ഇതിൻ്റെ ഉണങ്ങുമ്പോഴതിന് വിത്തുകൾ, മറ്റ് വെണ്ടയ്ക്കയുടെ കൂട്ട് തന്നെ ഇതിന് വിത്തുകൾ ഉണ്ടാവാറുണ്ട്. ഈ വിത്തുകളിൽ നിന്നും തൈലം ഉണ്ടാക്കുന്നുണ്ട്, തൈലം. അപ്പോൾ ആ തൈലത്തിന് കസ്തൂരിയുടേതിന് സമാനമായ ഒരു സുഗന്ധം ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ കസ്തൂരി വെണ്ട എന്ന് വിളിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ മറ്റൊരു ഗുണം ഉള്ളതെന്ന് പറഞ്ഞാൽ, ഇത് നമുക്ക് തുണികൾ, നമ്മുടെ അലമാരിയിൽ തുണികളൊക്കെ അടുക്കി വെക്കുന്ന അലമാരിയിൽ ഇതേപോലെ അരികൾ കുറച്ച് കൊണ്ട് വെക്കുകയാണെങ്കിൽ ആ തുണികൾക്ക് നല്ല സുഗന്ധം ഉണ്ടാകും എന്നുള്ളതും സത്യം തന്നെയാണ്. പിന്നെ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ, നമ്മുടെ വായിലുണ്ടാകുന്ന ദുർഗന്ധം, അങ്ങനെയൊക്കെയുള്ള സംഗതിക്ക് ഇത് വായിലിടുക. കുറച്ച് നേരം വായിലിട്ട് ചവച്ചതിന് ശേഷം ആ നീര് നമുക്ക് ഇറക്കിയതിന് ശേഷം ഇത് തുപ്പിക്കളയാം. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറേ നേരം വായി കിടക്കും. നമ്മൾ വെറ്റില മുറുക്കുന്നതിന് കൂടെ തന്നെ വായിക്ക് നല്ല സുഗന്ധം ഉണ്ടാകും. എന്ന് മാത്രമല്ല, ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ പല രോഗങ്ങളും ശമിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അത് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. കരുതണം. ഞാനിപ്പോൾ തുപ്പിക്കളഞ്ഞതും സംസാരിക്കാൻ കഴിയത്തില്ല, അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് വെണ്ടയ്ക്ക കൊണ്ട് നിർമ്മിക്കാൻ കഴിയുന്ന എല്ലാ കറികളും ഇതുകൊണ്ട് നമുക്ക് നിർമ്മിക്കാം. നമുക്ക് സാമ്പാർ ഇടാം, അതുപോലെ തന്നെ അവിയലിനകത്ത് തീയൽ വെക്കാം, മെഴുക്കോട്ടി വെക്കാം, ഇതെല്ലാം. അപ്പോൾ ഇത്തരത്തിൽ വെണ്ടയ്ക്ക കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ വിഭവങ്ങളും നമുക്ക് അടുക്കളയിൽ ഈ പച്ചക്കറി കൊണ്ട് നിർമ്മിക്കാം. യാതൊരു പ്രയാസവുമില്ല. അപ്പോൾ ഇതിൻ്റെ നടിയിൽ വസ്തു എന്ന് പറയുമ്പോൾ, ഈ പാകമായ വെണ്ടയ്ക്കയുടെ അകത്ത് വിത്തുണ്ട്. ഈ വിത്താണ് സാധാരണയായി നടിയിൽ വസ്തുവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. എങ്കിലും ഇതിൻ്റെ വേരിൽ നിന്നും ധാരാളമായി വിത്തുകൾ ഉണ്ടാവാറുണ്ട്. അപ്പം വേരും ഇതിൻ്റെ വിത്തും ഇതിനകത്തിരിക്കുന്ന കുരുവും നമുക്ക് നടിയിൽ വസ്തുക്കളായിട്ട് ഉപയോഗിക്കാം. അപ്പം ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമുക്ക് വലിയൊരു അനുഗ്രഹമാണ് ഈ കസ്തൂരി വെണ്ട. കാരണം എല്ലാ സാധനങ്ങൾക്കും വലിയ വിലയാണ്. മറ്റൊന്ന് പറഞ്ഞാൽ, നമ്മൾ കൃഷി ചെയ്യാത്ത വെളിയിൽ നിന്നും വരുന്ന, അന്യ സംസ്ഥാനങ്ങളിൽ വരുന്ന എല്ലാ സാധനങ്ങളും ഇന്ന് വിശ്വാസയോഗ്യമല്ല. കാരണം ലാഭം ഒരു പ്രധാനപ്പെട്ട ഘടകമായി എല്ലാ മേഖലയിലുള്ളവരും ഏറ്റെടുത്തതിന് ശേഷം, ശതകോടീശ്വരാകുക എന്ന ആഗ്രഹം മനസ്സിൽ നിറഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ ആ ഒരു കാലാവസ്ഥയിലാണ്, അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രകൃതി ദാനമായിട്ട് തന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള ഈ പച്ചക്കറികൾ, അത് ഉള്ളവരതിനെ സംരക്ഷിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കി അത് ഉപയോഗിക്കുകയും ചെയ്യുക. അല്ലാത്തവരുടെ വിത്തിനൊന്നും ഒരു പ്രയാസമില്ല. ഇഷ്ടംപോലെ വിത്തുകൾ, ഇപ്പോൾ എന്നോട് തന്നെ ആവശ്യപ്പെട്ട ഇഷ്ടംപോലെ വിത്തുകൾ ഞാൻ തരാം. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഞെരുക്കം കുറയ്ക്കാൻ, അതായത് നമ്മൾ ഇടത്തര നാമമാത്ര വരുമാനക്കാർക്ക് ജീവിതം ക്ലേശം അല്പം കുറയ്ക്കാൻ ഇത്തരത്തിലുള്ള കൃഷി രീതികൾ സാധിക്കും എന്ന തർക്കമില്ല. അപ്പം യാതൊരു പരിചരണവുമില്ലാതെ നമുക്ക് നട്ടു വളർത്തി പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന
ഇത്തരത്തിലുള്ള ഈ പച്ചക്കറികൾ ഒക്കെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ കൃഷി രീതികളും ഈ കൃഷികളും ഒക്കെ കാണാനും ഒക്കെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും സമാന ചിന്താഗതിയുള്ളവരിലേക്ക് ഈ അറിവുകൾ എത്തിക്കാനും പ്രിയമുള്ളവരെ ഇഷ്ടമെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ എൻ്റെ വീഡിയോ കാണുകയും വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാ മാന്യ പ്രേക്ഷകരോടും ഞാൻ ഹൃദ്യമായ നന്ദി പറയുകയാണ്. തുടർന്നും എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും സ്നേഹാദരവും ഒക്കെ ഉണ്ടാകണം എന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത്. അപ്പോൾ ഈ പച്ചക്കറികൾ നമുക്ക് ജഗദീശ്വരൻ തന്ന ഒരു വരദാനമാണ്. ഇത്തരത്തിൽ ചിലവില്ലാതെ നമുക്ക് സംരക്ഷിക്കാനും നമുക്ക് ഭക്ഷണമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒട്ടനവധി കാര്യങ്ങൾ, ഒട്ടനവധി പച്ചക്കറികൾ, മറ്റ് ഭക്ഷ്യയോഗ്യമായ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രപഞ്ചത്തിലുണ്ട്. അവ നമ്മൾ കണ്ടെത്തുകയും അത് ഫലപ്രദമായി ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഈ ദുസ്ഥിതിയിൽ, സാമ്പത്തിക കടക്കിണി മൂലം നമ്മൾ ബുദ്ധിമുട്ടുന്ന ഈ ദുസ്ഥിതിയിൽ അതിനൊരു പരിഹാരമാവുന്നു. ഒപ്പം ആരോഗ്യം സംരക്ഷിക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതും സത്യം തന്നെയാണ്. ആരോഗ്യത്തോടെ ജീവിക്കാനും അതുപോലെ തന്നെ സാമ്പത്തിക ബാധ്യത ക്ലേശകരമായ രീതിയെ മാറ്റിയെടുക്കാനും ഒക്കെ ഇത്തരം പച്ചക്കറികളെ പറ്റിയുള്ള അറിവുകൾ ശേഖരിക്കുന്നത് നല്ലതാണ്. അപ്പം നമ്മൾ ഒരു വീട്ടിലുള്ള ആരെങ്കിലും ഒരാൾ ഒരു മണിക്കൂർ ദിവസവും ഓരോ മണിക്കൂർ വീതം ചിലവഴിക്കാമെങ്കിൽ നമുക്ക് നല്ല വ്യായാമം കിട്ടുന്നു, ഒപ്പം മനസ്സിന് നല്ല സന്തോഷം കിട്ടുന്നു. കാരണം ഇത്തരത്തിലുള്ള ഈ പച്ചക്കറികളൊക്കെ നമ്മൾ നട്ടു വളർത്തി അത് പുഷ്പിച്ച് കായ്ഫലമൊക്കെ ഉണ്ടായി കിടക്കുമ്പോഴും ആ കായ്ഫലം നമ്മൾ വിളവെടുക്കുമ്പോഴും അത് പാചകം ചെയ്ത് കഴിക്കുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദം അത് നമ്മുടെ മനസ്സിനെ വളരെയധികം സന്തുഷ്ടമാക്കുന്നു. നമുക്കറിയാം, നമുക്കുണ്ടാകുന്ന മിക്ക രോഗങ്ങളുടെയും പ്രധാനപ്പെട്ട കാരണം മനസ്സിൻ്റെ വേദനയാണ്, മനോവേദനയാണ്, അതായത് പിരിമുറുക്കം അഥവാ ടെൻഷനാണ്. അപ്പോൾ ഇതൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കുന്നതിന് കൃഷി നമ്മളെ സഹായിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഇത് കേൾക്കുന്ന എല്ലാവരും ഇത്തരത്തിലുള്ള ഒന്ന് കൃഷികളൊന്ന് പരീക്ഷിച്ച് നോക്കണം. അതുപോലെ കസ്തൂരി വെണ്ടയുടെ വിത്തുകൾ ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റിലൂടെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അയച്ചു തരുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.